ഈ ഇല എന്താണെന്ന് അറിയാമോ? മുളകിൻ്റെ ഇലയാണ് കേട്ടോ. മുളകിൻ്റെ ഇല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതേ മൺചട്ടിയിലേക്ക് ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ ആവാം. മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്ന പരിപ്പിന് നല്ല രുചിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ പരിപ്പ് ഇതാ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഈ പരിപ്പിനൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇതേ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുളകിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. മുളകിൻ്റെ ഇല ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒറ്റ തിളച്ചാൽ മതി. നമ്മുടെ മുളകിൻ്റെ ഇല നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതേ മുളകിൻ്റെ ഇലയൊക്കെ ഇതാ വെന്ത് കിട്ടിയിട്ട് നമുക്ക് ഇതിനെ കാച്ചി എടുക്കാം. ഇതേ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേ നമ്മുടെ ചട്ടിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ഒരു തവണ ഒന്ന് ഇനി അറിയാത്തവരൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.